രാവിലെ ദേ നമ്മുടെ ഇഞ്ചിയും ഏലക്കയൊക്കെ ചതച്ചൊരു ചായ ഇട്ട് കുടിച്ചിട്ട് നമ്മുടെ ഹോളിലെ ജനലിൽ കൂടെ നോക്കുമ്പോൾ കാണുന്ന ഗാർഡൻ ഇല്ലേ, അതാണിത്. അപ്പൊ രാവിലത്തെ അവസ്ഥ ഇതാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. നല്ല ഫോഗാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ, നമ്മുടെ ബാക്ക് സൈഡിലുള്ള ഫോഗ് കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ടെന്ന് പുറത്തിറങ്ങി ഇങ്ങനെ വീഡിയോ എടുക്കണമെന്ന്. തണുപ്പ് കാരണമാണ് മടിച്ചോണ്ടിരുന്നത്. ആളുകളൊക്കെ എഴുന്നേറ്റ് ജോലിയൊക്കെ ചെയ്തു തുടങ്ങി കേട്ടോ. ഇവിടെ കാറ് കഴുകാൻ വരുന്നവരും ഗാർഡനേഴ്സും അവരുടെ ജോലികൾ പതിവുപോലെ ഫോഗാണെങ്കിലും എന്താണെങ്കിലും അവർ തുടങ്ങി. എനിക്ക് തണുപ്പ് സഹിക്കാൻ വയ്യാത്തോണ്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് പെട്ടെന്ന് കയറി, കാരണം മുക്കി കൂടി ഇങ്ങനെ വെള്ളം വരെ. അപ്പോൾ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് ദേ അകത്തോട്ട് പോകാം. ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ടൗൺഷിപ്പിലെ വീട്ടിൽ നിന്ന് അങ്ങ് പറഞ്ഞു കേട്ടോ. തണുപ്പാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്. ലഞ്ച് ഉണ്ടാക്കാൻ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഒരു ചായയും കൂടി ഇട്ട് കുടിച്ചിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് എന്തായിരുന്നു എന്ന് വെച്ചാൽ പൂരി മസാലയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ നമ്മുടെ വീട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 എണ്ണം പറഞ്ഞു. ഒരു സെറ്റിൽ 4 എണ്ണം കാണും. കറിയാണിത്. അപ്പോൾ ഒരു സെറ്റ് ഞാൻ തുറന്നു. ഇന്ന് രാഖിക്ക് ഓഫീസില്ല കേട്ടോ, മകരസംക്രാന്തിയുടെ അവധിയാണ്. പക്ഷേ അങ്കുവിന് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അവൻ അവധിയൊന്നും കൊടുത്തില്ല. അപ്പോൾ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അവൻ തട്ടിക്കൂട്ടി. ഇങ്ങനെയുള്ള സർവീസുകൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ചില സമയത്ത് നമുക്ക് ഭയങ്കര അനുഗ്രഹമാണ് കേട്ടോ. ഇങ്ങനെ മടി പിടിക്കുന്ന സമയങ്ങളിൽ വീട്ടിലുണ്ടാക്കുന്ന തന്നെ അല്ലേ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ധൈര്യപൂർവ്വം നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ വാങ്ങിച്ച് കഴിക്കാം. അപ്പോൾ ലഞ്ചിനി എന്തായാലും ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. ലഞ്ച് ഉണ്ടാക്കാൻ എനിക്ക് വലിയ മടിയൊന്നുമില്ല കേട്ടോ. പൊതുവേ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനുമാണ് മടി വരുന്നത്. ലഞ്ച് ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇന്ന് വലിയ കാര്യമായിട്ടൊന്നും ലഞ്ചില്ല. രാഖയെ പറഞ്ഞ് നമുക്കിന്ന് പുറത്തു പോയി ഡിന്നർ കഴിക്കാം. അപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി, കാരണം ഡിന്നർ ഹെവി ആയിട്ട് അപ്പോൾ എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മധുരക്കിഴങ്ങാണിത്. സ്വീറ്റ് പൊട്ടാറ്റോ, കപ്പക്കിഴങ്ങെന്ന് ഞങ്ങൾ പറയും. അത് ജസ്റ്റ് ഒന്ന് ചിരണ്ടിയേ ഉള്ളൂ. തൊലി അതിൻ്റെ ഗുണമാണെന്ന് പറഞ്ഞുകൊണ്ട് തൊലി മുഴുവൻ ചിരണ്ടാതെ നന്നായിട്ട് കഴുകിയിട്ട് ഈ രീതിയിലാക്കിയിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ വെള്ളത്തിയിട്ട് തിളപ്പിക്കുകയല്ല, സ്റ്റീമർ വെച്ചു. അപ്പോൾ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഞാൻ സ്റ്റീമർ വെച്ച് കൊടുത്തിട്ട് പീസ് ചെയ്ത് നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ പുറത്തും കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, താഴെ ഉപ്പുണ്ട്. അപ്പോൾ ഇത് മതിയാകുമായിരിക്കും. എന്തായാലും നേരത്തെ ഞാനിങ്ങനെ ചെയ്തു അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. വെള്ളത്തിൽ പുഴുങ്ങുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടെ ഗുണമാണ് സ്റ്റീം ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ സ്റ്റീംഡ് മധുര പൊട്ടറ്റോ, അതിൻ്റെ കൂടെ ചട്നിയും മുളക് ചട്നിയും ഒക്കെ, മുട്ട പുഴുങ്ങിയതും കഴിച്ചു കേട്ടോ. അപ്പോൾ അങ്കുവിൻ്റെ ഓൺലൈൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞു. എല്ലാം ഒന്ന് തട്ടിക്കൊട്ടി അവന് നമ്മുടെ റൂമിലിരുന്ന കേട്ടോ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഇന്ന് തുണി കഴുകാനൊന്നും ഇട്ടില്ല. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ച നമ്മുടെ മല പോലെ കിടക്കുന്ന തുണി മടക്കി വെക്കുന്നത് സെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മെല്ലെ മെല്ലെ അത് തുടങ്ങിയിട്ടുണ്ട്, തീർന്നിട്ടില്ല. പിന്നെ കുളിച്ച് റെഡിയായിട്ട് ഡിന്നർ കഴിക്കാൻ പോകണം. നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് റോത്തക്കിൽ നമ്മുടെ അടുത്ത് തന്നെയുള്ള അവിടെ ഒരു ഢാബയിൽ വന്നേക്കാം. മാൻസാ ഢാബ, അതേ ഹൈവേയിലുള്ളതാണ്. എന്തായാലും നമുക്ക് കയറി കഴിക്കാം. തിരക്കൊക്കെ ഒരുവിധം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഞാൻ വരുന്നേ. നമ്മൾ കയറാൻ നേരെ എന്തോ ഒരു നവരാത്രി സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നവരാത്രി സമയത്ത് താലിയിടും. അപ്പം ഞാനത് നോക്കി നിൽക്കുമായിരുന്നു. ഇതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഢാബ. അങ്കുവിൻ്റെ ഒക്കെ അകത്ത് കയറി നമ്മൾ മാത്രം. ഫ്രണ്ടിലൊക്കെ ഓൾമോസ്റ്റ് ഒക്യുപ്പൈഡ് ആയിട്ട് നമ്മളെ അകത്തോട്ട് കയറ്റിയിരുത്തി. അവിടെ ആദ്യമായിട്ട് നമ്മളാണ് കയറി ലൈറ്റ് വരെ ഇട്ടത്. അപ്പോഴത്തേക്ക് അടുത്തൊരു സെറ്റ് തത്തമ്മയൊക്കെ കൊണ്ട് കഴിക്കാൻ വന്നിരിക്കുമായിരുന്നു കേട്ടോ. ആ കൂട്ടിൽ തത്തമ്മയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പനീർ ഡിഷസ് മാത്രമേ ഓർഡർ ചെയ്യുന്നുള്ളൂ. പനീറിൻ്റെ കുറേ ഡിഷസ്, നമ്മൾ സാധാരണ നോർത്ത് ഇന്ത്യൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം മട്ടർ പനീർ ഈ സമയത്താണ് ഏറ്റവും ബെസ്റ്റ് കിട്ടുന്നത്. എൻ്റെ ഫേവറേറ്റ് മട്ടർ പനീറാണ്. ആദ്യം രാഖി ഒരു ചായ ഇങ്ങ് പോരട്ടെ എന്ന് പറഞ്ഞ് അത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഓർഡർ കൊടുത്തപ്പോൾ അവർ പ്ലേറ്റിൻ്റെ കൂടെ എത്ര കട്ടോരീസാണ് വെക്കുന്നത്. ഇത്രയൊന്നും ആവശ്യമില്ല. ഇവിടെ ഉള്ളൊരു ഈ കട്ടോരീസിലാണ് ഓരോന്നൊക്കെ ഒഴിച്ച് കഴിക്കുന്നത്. നമുക്ക് അത്ര ശീലമില്ലല്ലോ കുഞ്ഞു കുഞ്ഞു പാത്രം. ഈ ചട്നി നന്നായിട്ടുണ്ട് കേട്ടോ. കുറേ മുളക് ഇട്ടിട്ട് പച്ചമുളക് അരച്ച്, സിമ്പിൾ പച്ചമുളക് അരച്ച് ചേർക്കാം. പിന്നെ വിനിഗറിലിട്ട് വയലറ്റ് ഉള്ളി. നമ്മുടെ ലസ്സി വന്നു. സ്വീറ്റ് ലസ്സിയാണ് എനിക്കിഷ്ടം. ഉപ്പിട്ടതിനെ കാട്ടിയ മധുരമുള്ള അതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. അപ്പോൾ അതേ നമ്മൾ സംഭവങ്ങൾ എത്തിയിട്ടുണ്ട്. ഇത് പനീർ ബട്ടർ മസാലയാണ്. പിന്നെ തന്തൂരി ബട്ടർ റൊട്ടി. നമ്മുടെ സാധാരണ തവ റൊട്ടിയൊക്കെയും എനിക്കിപ്പോൾ കൂടുതൽ ഇഷ്ടം ഇത്. ആദ്യം ഇത് ഇഷ്ടമില്ലായിരുന്നു, പക്ഷേ എനിക്കിപ്പോൾ ഇതാണ് ഇഷ്ടം കേട്ടോ. അതാണ് എനിക്ക് കൂടുതൽ ഈ ധാബാസിലൊക്കെ വരുമ്പോൾ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മുടെ മട്ടർ പനീർ, ഞാൻ പറഞ്ഞല്ലോ ഫ്രഷ് മട്ടറാണിപ്പോൾ. 50 രൂപയ്ക്ക് ഇപ്പോൾ 2 കിലോ മട്ടറൊക്കെ ഇവിടെ കിട്ടും. പച്ചക്കറിക്കൊക്കെ ഭയങ്കര വില കേട്ടോ. എനിക്ക് തോന്നുന്നു 10 കിലോ ആലു 100 രൂപയ്ക്ക് നമുക്ക് ആലു വെച്ചാൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് 10 കിലോ 100 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ കുറേ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യുന്നവരുണ്ട്. നമ്മളങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ ഇവിടെ നമ്മുടെ വീട്ടിൽ നിന്ന് കിളിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ചേ വാങ്ങത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ മട്ടർ പനീർ എടുത്തിട്ട് അവർക്ക് കൊടുത്തു. അപ്പോൾ അവർ നമ്മുടെ പനീർ ബട്ടർ മസാല എടുത്തിട്ട് ബാക്കി എനിക്ക് തന്നു. അപ്പം നമുക്കിനി കഴിച്ചു തുടങ്ങാം. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ. അതിൻ്റെ ലാസ്റ്റ് നമ്മുടെ സ്വീറ്റ് ലസ്സിയും കൂടെ കുടിച്ചിട്ട് ഇറങ്ങി. കുറേ ഐസ്ക്രീംസ്, നമ്മുടെ ക്രീം ബെൽ ഐസ്ക്രീം ഇല്ലേ, അതിവിടെ കണ്ടു. കുറേ നാൾക്ക് ശേഷം ഇത് കാണുന്നത്. അത് വാങ്ങിച്ചു. കസാട്ടയുടെ അതും ഇതുമൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഇത് ഫിഗ് ഹണി, ഷുഗർ ഫ്രീയാ.
കുറച്ച് സ്ഥലത്ത് നല്ല ഫോഗ് ഉണ്ടായിരുന്നു, പിന്നെ നല്ല തെളിഞ്ഞു. അപ്പോൾ വലിയ രീതിയിൽ തീയൊക്കെ ഇട്ടിട്ട് ആളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിൽ കുഞ്ഞു കുഞ്ഞു തീകളും, കാരണം പുറത്ത് നല്ല തണുപ്പുണ്ട്. അപ്പോൾ അതേ കുറേ ആളുകൾ ചേർന്നിട്ട് വലിയ തീ, ഞങ്ങൾ തീ പിടിക്കുമോ വിചാരിക്കുന്ന രീതിയിൽ അവർ തീ ഇട്ട് വെച്ചേക്കുക. പിന്നെ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് കുഞ്ഞു തീയും ഇട്ട് ഒരാളെങ്കിൽ ഒരാൾ അങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കാശ്മീർ ട്രിപ്പിൻ്റെ ബാക്കിയാണ്. നമ്മൾ കാശ്മീർ മലയുടെ താഴെ ഇറങ്ങി കേട്ടോ. ഇനി കേബിൾ കാർ വഴി നമ്മൾ ടോപ്പിൽ പോവും. അപ്പോൾ താഴത്തെ കാഴ്ചയാണിത്. ഇതൊക്കെ ജസ്റ്റ് ഐസ് പിടിച്ച് കിടക്കുന്നേ ഉള്ളൂ. ചുറ്റും മഞ്ഞുമല നോക്കിയേ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ മഞ്ഞ് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ അങ്ങനെയൊന്നും തോന്നിയില്ല. ഇനി നേരെ നമ്മൾ പോകുന്നത് മാഗി കഴിക്കാനാണ്. ഞാൻ പറഞ്ഞല്ലോ, മാഗിയും ചായയും ഇവിടെ വന്ന് കഴിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എത്ര തണുപ്പായാലും തണുപ്പില്ല എന്ന് പറയുന്ന രാഖയ്ക്ക് ഇവിടെ വന്നപ്പോൾ കിടുങ്ങിപ്പോയിട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു, എന്നിട്ടും തൊപ്പി പുള്ളി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അലിഞ്ഞു പോകുന്നോ? അലിഞ്ഞു പോയി നോക്ക്, ഇപ്പൊ അലിഞ്ഞു പറന്ന് വീഴുന്നുണ്ട്. വായി പുക പോകുന്ന തണുപ്പ്, കാരണം ഐസിന്റെ നടുക്കാണേ നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ശരിക്കും നമ്മൾ മേളിൽ പോകുന്നതിന് മുന്നേ വാഷ്റൂം ഒക്കെ യൂസ് ചെയ്തിട്ട് വേണ്ടേ പോകാന്ന് വെച്ചിട്ട് നമ്മൾ പെയ്ഡായിട്ട് പോയി. ഒട്ടും വൃത്തി ഉണ്ടായിരുന്നില്ല, എന്നാലും നമ്മൾ പോയല്ലോ. ഐസ് കെട്ടിക്കിടക്കുന്ന വാഷ്റൂം ആയിരുന്നു. താഴെ ഫുൾ ഐസാ. ഈ ചേര് ബാക്കിലോട്ട് പോകുന്ന എനിക്ക് ടെൻഷൻ. ഇല്ലല്ലോ, ഫുൾ ഐസാണ് അങ്ങോട്ട്. അയ്യോ എന്റെ പൊന്നു, ചേര് ഐസിനകത്താ കിടക്കുന്നേ. മരം കോച്ചുന്ന തണുപ്പെന്നല്ല, എല്ല് കോച്ചുന്ന തണുപ്പായിരുന്നു. ഒന്നും പറയാനില്ല. പക്ഷെ നമ്മൾ നിൽക്കും, കണ്ടിട്ടേ പോകൂ. ശരിക്കും നല്ല തെന്നലുണ്ടായിരുന്നു കേട്ടോ. ഐസിലൊക്കെ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് പേടിയാവുന്ന രീതിയിലൊരു തെന്നൽ. നമ്മുടെ മാഗി നൂഡിൽസിൻ്റെ കൂടെ കുറേ സംഭവങ്ങൾ ഇവിടെ കിട്ടും, പക്ഷെ നമ്മൾ മാഗി മാത്രമേ കഴിക്കുന്നുള്ളൂ. ഇവിടെ വന്ന് കഴിക്കേണ്ട ഐറ്റം മാഗി തന്നെയാണ്. അതിനാണ് നമ്മൾ പട്ടിണി കിടന്ന് ഇവിടം വരെ വന്നത്. അങ്ങു ചീസ് മാഗി, ഞങ്ങൾ നോർമൽ മാഗിയാണ് പറഞ്ഞ കേട്ടോ. ചുറ്റും പൈൻ മരങ്ങളും ഐസ് മാത്രമായിട്ട് ഇവിടെ മുകളിലോട്ട് പുതിയ ഫ്രഷ്, ഇവിടെയും ഫ്രഷ് മഞ്ഞ് വീഴുന്നുണ്ടെങ്കിലും ഇവിടൊക്കെ എന്താ പറയുക, ബ്ലാക്ക് ഐസ് എന്ന് പറയും. മണ്ണിൻ്റെ മുകളിൽ വന്ന് വീഴുന്ന അത്ര വൃത്തിയുള്ള ഐസ് ആയിരിക്കത്തില്ല കേട്ടോ. ആർമിയുടെ ആണ് ഹെലികോപ്റ്റർ മുകളിൽ കൂടി ഇങ്ങനെ കറങ്ങുകയാണ്. അങ്കൂറിൻ്റെ മാഗി എത്തിപ്പോയി, ഞങ്ങളുടെ വന്നിട്ടില്ല. ഞങ്ങളുടെ ചായ എത്തി. ഇങ്ങനെയുണ്ട് ഒത്തന്റിക് മാഗി ആണോ? ഈ ഒരു ഫീൽ അത് വേറെ ലെവൽ. അതാണ് പാണയിൽ. കഴിക്കട്ടെ, ഒന്നല്ല കേട്ടോ, 2 എണ്ണം വീതം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മാഗിയാണിത്. ഇച്ചിരിച്ചല്ലേ ഉള്ളൂ, ഞങ്ങൾ ഇത്രയും കുറവാന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഓരോന്നും കൂടെ വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചെന്ന് നമ്മൾ കഴിക്കാതെ കയറിയാലോ വന്നാലോ എന്ന് പേടിച്ചിട്ട് എന്തായാലും വയറ് നിറച്ച് കഴിച്ചിട്ട് ചായയൊക്കെ കുടിച്ചിട്ടേ പോകുന്നുള്ളൂ. കൈ ശരിക്കും മരം കോച്ചുന്ന പോലെ എനിക്ക് ആയിട്ടോ. പക്ഷെ ഞാൻ ഗ്ലൗസ് ഊരിയിട്ടാണ് കഴിച്ചത്. എനിക്ക് ഗ്ലൗസ് ഇട്ടുകൊണ്ട് കഴിക്കാൻ ഒരു വാക്കും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഗ്ലൗസ് ഇട്ടുകൊണ്ട് ഒന്നും ചെയ്യാൻ വാക്കേ ഇല്ലായിരുന്നു. ഞാൻ ഗ്ലൗസ് ഊരിയിട്ടാട്ടോ കഴിച്ചത്. എനിക്കാണെങ്കിൽ ഇത്രയും ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഇറിറ്റേഷൻ ഉണ്ടല്ലോ, ഇത്രയൊന്നും നമ്മൾ വീട്ടിലിടത്തില്ലല്ലോ. പക്ഷെ വേറെ വഴിയില്ല, നമ്മൾ ഇട്ടില്ലെങ്കിൽ നമുക്ക് അസുഖവും കഫക്കെട്ടും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ നടക്കാനും പാടല്ലേ. അപ്പോൾ അതേ നമ്മുടെ ചായ മഞ്ഞുമലകളെ നോക്കി രണ്ടാമത്തെ ചായ ഇത് കേട്ടോ. പെട്ടെന്ന് തണുത്തു പോവും, പടേന്ന് കുടിക്കുകയും വേണം. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞ് എന്താ പറയുക, ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. കാശ്മീരി സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് വാങ്ങാം. അവിടെയൊക്കെ അതേ മഞ്ഞ് മേളി വീണ് കിടക്കുന്നുണ്ടോ അതിൻ്റെ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന ഷൂസ് മാറ്റിയിട്ട് നമ്മൾ ഇവിടുന്ന് വേറെ ഷൂസ് റെന്റിന് എടുക്കുക. ഷൂസ് മാറ്റി കേട്ടോ ഞങ്ങള്. ഞങ്ങളുടെ ഷൂസ് പീക്ക് ടൈം ആയതുകൊണ്ട് നല്ല രീതിയിൽ മുകളിൽ മഞ്ഞുണ്ടെന്ന് പറഞ്ഞു. ബൂട്ട്സ് ആക്കി റെന്റിനെടുത്തു. നമ്മൾ വാങ്ങിയ ഷൂസ് പിന്നെ നാട്ടിൽ പോയി മഴയത്തിടാം. നമുക്കിപ്പോൾ ഷൂസ് ഒന്നും വാങ്ങിച്ചില്ലെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ റെന്റിനെടുക്കാം. കോട്ടും എല്ലാം നമുക്ക് റെന്റിനെടുക്കാം. ഒന്നും ഇത്രയും രൂപ കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല. പക്ഷെ നമുക്കിത് യൂസ്ഫുൾ ആണ്. പിന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നത്. പക്ഷെ നമ്മുടെ ഷൂസ് സാധാരണ സമ്മേഴ്സിലൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ ഇത് മതിയാവും. മുകളിലോട്ട് പോകുമ്പോൾ നമ്മുടെ മുട്ട് വരെ ഫ്രഷ് സ്നോ വന്ന് വീഴുന്നുണ്ട്, അത് കുഴിഞ്ഞു പോകും. അപ്പം നമ്മുടെ കാല് വരെ നമുക്ക് തണുക്കും. അതുകൊണ്ടാണ് നമ്മൾ ബൂട്ട്സ് വാങ്ങിച്ചത്. ഒരു ഷൂസ് ഒരാൾക്ക് 200 രൂപയൊക്കെ ഉള്ളൂ റെന്റ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. ഇതൊക്കെ സാമ്പിൾ മഞ്ഞ കേട്ടോ. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ബ്ലാക്ക് ഐസ് എന്ന് പറയും, ഭംഗിയില്ലാത്ത മഞ്ഞകളാണ്. മണ്ണിനോട് ചേർന്ന് ഫ്രഷ് ആയിട്ട് വന്ന് വീണ് നമ്മൾ നടന്ന് കേടായ മഞ്ഞ്. മുകളിലോട്ടാകുമ്പോൾ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ മലയല്ലേ, അപ്പോൾ അതിൻ്റെ മുകളിൽ ഐസിൻ്റെ മുകളിൽ വീണ്ടും വന്ന് വീണ് കുറേ കാണും. അപ്പോൾ ഇങ്ങനെ താന്നു പോകുന്നതുകൊണ്ടാണ് നമ്മൾ ബൂട്ട്സ് വാങ്ങിച്ചത്. അപ്പം നല്ല മഞ്ഞുണ്ട് മുകളിലെന്നാണ് താഴേന്ന് പറഞ്ഞത്. അതുകൊണ്ട് അതേ നമ്മൾ ഇവിടുന്നേ ഇങ്ങനെ തെന്നി കളിക്കുന്നു. താഴെ ഇതേ മണ്ണ് കാണുന്നുണ്ട്, അതാ ബ്ലാക്ക് ഐസ് എന്ന് പറഞ്ഞത്. അപ്പം നമ്മളിനി ഇവിടുന്ന് നമ്മുടെ കേബിൾ കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്, അതുവഴിയാണ് മുകളിൽ പോകുന്നത്.
അവിടാണ് ശരിക്കുമുള്ള മഞ്ഞുമല എന്ന് പറയുന്നത്. അതിന് മുന്നേ നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടാകും. കാരണം എന്തെങ്കിലുമൊക്കെ സ്റ്റഫ് ചെയ്തിട്ട് പോകണം. നമ്മളൊരു ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിനകത്ത് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ ചോക്ലേറ്റ് വാങ്ങുന്ന അച്ഛനും മോനും. ബാഗിൽ വേറെയും ഡ്രസ്സുകളുണ്ട്, എന്തെങ്കിലും പറ്റിയാലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ആ ബാഗ് മാക്സിമം കുത്തി നിറച്ചിട്ടാണ് കയറുന്നത്. ഈ വണ്ടിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് പോവാം കേട്ടോ. മല മുഴുവൻ മഞ്ഞാണല്ലോ. അപ്പോൾ ഇവിടെ വരാൻ പ്ലാൻ ഉള്ളവർ നമ്മൾ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ല. താഴെ ഒരുപാട് സാധനങ്ങൾ റെന്റിന് കിട്ടും കേട്ടോ, അത് വാങ്ങിച്ച് കയറാം. നമ്മുടെ മൈനയും കാക്കയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, അതേ മഞ്ഞ് കളിച്ച് നടക്കുകയായിരുന്നു. ഇനി നമ്മൾ ഇവിടുന്ന് കേബിൾ കാറിൽ കയറി മുകളിൽ പോയി മഞ്ഞ് കാണുന്ന വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത വ്ളോഗിൽ വരാം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.